ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, ഡോക്ടർ അസഹനീയമായ തലവേദനയാണ്, ആ സമയത്ത് ലൈറ്റ് ഫാന് സൗണ്ട് ഒന്നും പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ല, ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊരു മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ ആം ഡോക്ടർ ഫർസാന, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ അറ്റ് ഫാത്തിമ ഹോമിയോ കെയർ. മൈഗ്രെയിൻ എന്നുള്ളത് ഒരു ഞരമ്പ് സംബന്ധമായ ഒരു അസുഖമാണ്. ആ സമയത്ത് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ തല മൊത്തത്തിൽ വേദന ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ബാക്ക് ഓഫ് ദ ഹെഡ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ തലവേദനയോടൊപ്പം തന്നെ ചിലർക്ക് ഛർദി, ഓക്കാനം, തലകറക്കം, കണ്ണിൽ ഇരുട്ട് കയറുക, പിന്നെ ആ സമയത്ത് സൗണ്ട്, ലൈറ്റ് ഇവയൊന്നും ഇഷ്ടമുണ്ടാവാതിരിക്കുക, ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുക, വർക്കിലൊന്നും കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, അത്തരത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ള തലവേദനയിൽ നിന്നും നമ്മുടെ മൈഗ്രെയിനെ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഡ്യൂറേഷനും പിന്നെ അതുപോലെ തന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സും തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ള തലവേദനയൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറാവുന്നതാണ്. പക്ഷേ മൈഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ തൊട്ട് ചിലപ്പോൾ ദിവസങ്ങളോളം ആ ഒരു മൈഗ്രെയിൻ അറ്റാക്ക് നമുക്ക് ഉണ്ടാവും. പിന്നെ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഒരു കാരണമാണ്. ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വരാവുന്നതാണ്. പിന്നെയുള്ളത് നമ്മുടെ സ്ലീപ്പ്, ഉറക്കം നന്നായിട്ടില്ല, ഒരു 7 to 8 hours കറക്റ്റായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിഗറിങ് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വെള്ളം കുടിക്കുന്നത്, ഒരു ചുരുങ്ങിയത് ഒരു 1 to 2 ലിറ്ററെങ്കിലും നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഡയറ്ററി പ്രോഡക്ട്സിൽ ഏതെങ്കിലും ചിലർക്ക് നട്ട്സ് ആവാം, മറ്റു ചിലർക്ക് ചീസ് ആവാം, ചിലർക്ക് ചോക്ലേറ്റ്സ് ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സും വരാറുണ്ട്. പിന്നുള്ളത് ചിലർക്ക് ആൽക്കഹോൾ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ മെൻസസിൻ്റെ മെൻസ്ട്രേഷൻ്റെ മുന്നേ, ബിഫോറായിട്ട് വരാം, അല്ലെങ്കിൽ ആഫ്റ്ററായിട്ട് വരാം. ചിലർക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ചിലർക്ക് വെയിലിൽ പുറത്ത് പോയാലായിരിക്കാം, ചിലർക്ക് കാറ്റടിച്ചത് കൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഇവയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. ഒരു 1 to 2 ലിറ്ററെങ്കിലും നമ്മൾ ചുരുങ്ങിയത് വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് എല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു അമിതമായ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് അങ്ങനെയുള്ള എന്തൊക്കെ ഫുഡ്സാണോ നമുക്ക് ട്രിഗർ ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ നട്ട്സ് ആണെങ്കിൽ നട്ട്സ് ഒഴിവാക്കുക, ചോക്ലേറ്റ്സ് ആണെങ്കിൽ ചോക്ലേറ്റ്സ് ഒഴിവാക്കുക, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മൈഗ്രെയിൻ അറ്റാക്ക് നമുക്ക് തടയാൻ പറ്റും. പിന്നെയുള്ളത് ഹോം റെമഡീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വഗന്ധയുടെ ആ ഒരു പൗഡർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചി തുളസിയും കൂടെ ഇട്ടിട്ടുള്ള ആ വെള്ളം നമുക്ക് മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് തലവേദന കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിസിഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ മൈഗ്രെയിൻ അറ്റാക്കിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസ് നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കുക. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.